ഹലോ മൈ ഡിയേഴ്സ്, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കാം, നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് എല്ലാവർക്കും അറിയില്ലേ? എന്താ ചാപ്റ്ററിന്റെ പേര്? ചാപ്റ്ററിന്റെ പേരെന്താ? പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. നിങ്ങൾ ഇതിനെ കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടോ? പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇലക്ട്രോണിക് വിന്യാസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചിട്ടൊക്കെ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ. ഇന്ന് പക്ഷേ ഞാൻ അതിൻ്റെ അടിത്തറ ആറ്റത്തിൽ തൊട്ട് പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല റിലാക്സ് ചെയ്തിരിക്കട്ടാ. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ ആണോ? സെറ്റല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയാണ് ആറ്റത്തെ കുറിച്ച്. ആറ്റം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ആറ്റം എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ? ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആറ്റത്തെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് അതന്നെ. എന്താ ആറ്റം എന്ന് പറഞ്ഞാൽ? എന്താ എന്താ ആറ്റം എന്ന് പറഞ്ഞാൽ? എന്താ ആറ്റം എന്ന് പറഞ്ഞാൽ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആറ്റം എന്ന് വിളിക്കുക. എന്താ പറഞ്ഞേ? എന്താ പറയൂ? എന്താ ആറ്റം എന്ന് പറഞ്ഞാൽ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് എന്ത് വിളിക്കുക? ആറ്റം എന്ന് വിളിക്കുക, അല്ലെ? ദാറ്റ് ഇസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ആൻ സബ്സ്റ്റൻസ്, അല്ലെ? അതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആറ്റം എന്ന് വിളിക്കുന്നത്, അല്ലേ? ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാ, അല്ലേ? ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തു മാത്രം. നമ്മൾ ഈ വർഷം പഠിക്കുന്നത് ആറ്റത്തിന്റെ ഘടന മുതലാണ്. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പും പറയുമ്പോൾ എല്ലാവരും നല്ല ഉഷാറോട് കൂടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ? ഒപ്പം എൻ്റെ ഒപ്പം പറയില്ലേ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒപ്പം എൻ്റെ അടുത്ത് ഉത്തരങ്ങൾ കൂടി പറയണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങില്ലേ? ആദ്യം നോക്കാം. ഞാൻ ചാപ്റ്ററിലേക്ക് പോവാണ്. റെഡി? ആറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതാ ആറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം? കഴിഞ്ഞാലും നമ്മൾ പഠിച്ചതാ. ഏതാ ആറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം? ആറ്റത്തിന്റെ സെൻട്രൽ ആരുണ്ട്? സെൻട്രൽ ആരാള്? പറയൂ, ആരാള്? ആറ്റത്തിന്റെ സെൻട്രൽ ആരാള്? അതന്നെ, ന്യൂക്ലിയസ്. യെസ്, തന്നെ. ആറ്റത്തിന്റെ സെൻട്രൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ്, അല്ലേ? ആ ന്യൂക്ലിയസിന് ചുറ്റും ആരുണ്ട്? ആരാള്? പറയേ, ആരൊക്കെയുള്ള? ന്യൂക്ലിയസിന് ചുറ്റും ആരാള്? അതന്നെ അതന്നെ. എന്താ? ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളുണ്ട്. കറക്റ്റ്. എന്താ? ഷെല്ലുണ്ട്, അല്ലേ? യെസ്, ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ന്യൂക്ലിയസിന് ചുറ്റും ആരുണ്ട്? ഷെല്ലുണ്ട്, അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെയുള്ള എന്ന് പറഞ്ഞേ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരാള്? ന്യൂക്ലിയസിന്റെ ഉള്ളില് പറയൂ, ഉറക്കെ പറഞ്ഞോ. എന്താ? ആരൊക്കെ ഉണ്ട് ന്യൂക്ലിയസിന്റെ ഉള്ളില്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരാള്? പറയൂ, ആരാ? പ്രോട്ടോൺ. അതന്നെ അതന്നെ. യെസ്, കറക്റ്റ്. പ്രോട്ടോൺ ഉണ്ട്. പിന്നെ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ? പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ? അല്ല, പിന്നെ ആരൊക്കെ ഉണ്ട്? പ്രോട്ടോൺ. അതേപോലെ തന്നെ ന്യൂട്രോൺ. ന്യൂട്രോണും ഉണ്ട്. ഓക്കെ, ക്ലിയർ. കറക്റ്റ് ആണ്. പഠിച്ചൊക്കെ ഓർമ്മ ഉണ്ടല്ലേ പലർക്കും? ശ്രദ്ധിച്ചോട്ടാ. നോക്ക, ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ആറ്റത്തിന്റെ സെൻട്രലിൽ കാണപ്പെടുന്ന ഭാഗം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്, ഇല്ലേ? ക്ലിയർ അല്ലേ? നോക്കിയേ, ഞാൻ വേറെ വരച്ചിട്ടില്ലേ? വട്ടത്തിന് കണ്ടോ വരച്ചിട്ടുണ്ട്, അല്ലേ? എന്താ ഇതിനെ വിളിക്കുക? ഷെല്ലുകൾ, എനർജി ലെവലുകൾ, ഊർജ നിലകൾ. എന്താ മലയാളത്തിൽ എന്താ വിളിക്കുക? ഊർജ നിലകൾ, അല്ലെ? ക്ലിയർ അല്ലേ? അതായത് എന്താ വിളിക്കുക? ഷെൽ, അല്ലേ? എന്താ വിളിക്കുക? ഊർജ നിലകൾ. എന്താ വിളിക്കുക? ഊർജ നിലകൾ അഥവാ എനർജി ലെവൽസ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അല്ലേ? എനർജി ലെവൽസ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, ആദ്യം പഠിക്കുന്നത് ഇതിനെ കുറിച്ചാട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നോക്കാം. ഈ ഷെല്ലുകളില് ആരെ കണ്ടു? ഇലക്ട്രോണിനെ കണ്ടു. അപ്പൊ ആറ്റത്തിനുള്ള ആരൊക്കെ ഉണ്ട്? ആറ്റത്തിന്റെ ഉള്ളില് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, പിന്നെ ആരാള്? ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ അല്ലേ? ആരൊക്കെ ഉണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. ഞാൻ ഇലക്ട്രോൺ മാർക്ക് ചെയ്യട്ടോ. എല്ലാരും ശ്രദ്ധിക്കുന്നില്ലേ? എല്ലാരും ഓക്കെ അല്ലേ? നോക്കാ, ഇലക്ട്രോൺ ഉണ്ട്, കണ്ടില്ലേ? നോക്കൂ എല്ലാരും, ഇലക്ട്രോൺ ഉണ്ട്, അല്ലേ? യെസ്, എല്ലാ ഷെല്ലിലും ഞാൻ ഇലക്ട്രോൺ ഇങ്ങനെ മാർക്ക് ചെയ്യാട്ടോ. ഓക്കെ, ഇലക്ട്രോൺ മാർക്ക് ചെയ്തു കേട്ടോ. എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ. ഇനി ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് നോക്കട്ടെ ആദ്യം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഒരു ആറ്റത്തിന് സെൻട്രലിൽ കാണപ്പെടുന്ന ഭാഗം പറയൂ, എന്താ? ന്യൂക്ലിയസ്. കറക്റ്റ്. ഓക്കെ, ന്യൂക്ലിയസിൽ ആരൊക്കെ കാണപ്പെടുന്നു? പറഞ്ഞു, ഉറക്കെ പറയേ. എന്താ? ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. ക്ലിയർ. പ്രോട്ടോണിന്റെ ചാർജ് എന്താ അറിയോ? എന്താ പ്രോട്ടോണിന്റെ ചാർജ്? എന്താ? അതന്നെ, എന്താ? പ്രോട്ടോണിന്റെ ചാർജ് ദാറ്റ് ഈസ് പോസിറ്റീവ്. കറക്റ്റ് ആണ്. ഓക്കെ, ന്യൂട്രോണിന്റെ ചാർജ് എന്താ? ചാർജ് ഉണ്ടോ? ന്യൂട്രോണിന്റെ ചാർജ് ഉണ്ടോ? ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് ചാർജ് ഉണ്ടാവില്ലേ?
ഈ പോസിറ്റീവും 0 കൂടി കൂട്ടി എന്താ വരിക? പോസിറ്റീവും 0 കൂടി കൂട്ടിയാ പോസിറ്റീവ് അല്ലേ? ആണോ? കറക്റ്റ് അല്ലേ? അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? ന്യൂക്ലിയസിന് ചാർജ് ഉണ്ട്, ദാറ്റ് ഈസ് പോസിറ്റീവ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇവയെ രണ്ടിനും കൂടി പൊതുവായി പറയുന്ന പേരാണ് എന്താ പറയാ? ഉറക്കെ പറയേ. ഓക്കെ, ശ്രദ്ധിക്കുക. എന്താ വിളിക്കുക? അവ രണ്ടിനും പൊതുവായി പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. എന്താ വിളിക്കുക? ന്യൂക്ലിയോണുകൾ അഥവാ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ന്യൂക്ലിയോണുകൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ന്യൂക്ലിയോണുകൾ. അപ്പൊ ഞാൻ ഏതുവരെ പറഞ്ഞു? എല്ലാവരും ശ്രദ്ധിക്കുക. ആറ്റത്തിന്റെ സെന്ററിൽ ആരുണ്ട്? ന്യൂക്ലിയസ്. ക്ലിയർ ആണോ? റെഡി? ആ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് അതന്നെ എന്താ? പോസിറ്റീവ്. ആ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടി പൊതുവെ വിളിക്കുന്ന പേരെന്താ? ന്യൂക്ലിയോണുകൾ അഥവാ ന്യൂക്ലിയോൺസ്. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? നോക്കാം. ഞാൻ പറഞ്ഞു ചുറ്റും ഷെല്ലുകളുണ്ട്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലേ? നമുക്കിനി അവിടെ തുടങ്ങാം. നോക്ക, ഈ ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആ ഇലക്ട്രോണ് ചാർജ് ഉണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നോക്ക, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാ. ഇലക്ട്രോൺ എന്ത് ചാർജ് ആയിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് നെഗറ്റീവ്. കറക്റ്റ്, സെറ്റ്. അതന്നെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? ആറ്റം എന്താ? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, വൈദ്യുതപരമായി ഉദാസീനമാണ്. പഠിച്ചിട്ടില്ലേ? എന്താ പഠിച്ചത്? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അതായത് വൈദ്യുതപരമായി ഉദാസീനമാണ്. അതിന്റെ അർത്ഥം എന്താ? ആറ്റത്തിന് ചാർജ് ഇല്ല, ആറ്റത്തിന് ചാർജ് ലെസ്സാ. ഓക്കെ അല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. നോക്ക, ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറെ ഷെല്ല് വരച്ചിട്ടുണ്ടല്ലോ. ആ ഷെല്ലിനൊക്കെ ഞാൻ നമ്പർ ഇടാം കേട്ടോ. 1, 2, ഉറക്കെ പറയേ, 3, 4. ഓക്കെ അല്ലേ? ഷെല്ലിന് ഞാൻ നമ്പർ ഇട്ടു. ഏതൊക്കെയാ? 1, 2, 3, 4. എല്ലാവർക്കും അറിയില്ലേ? നോക്കുക, ന്യൂക്ലിയസിന് ചുറ്റും നോക്കിയാൽ 1ാമത്തെ ഷെല്ല്, 2ാമത്തെ ഷെല്ല്, 3ാമത്തെ ഷെല്ല്, 4ാമത്തെ ഷെല്ല്. ഓക്കെ ആണ് എല്ലാവർക്കും? ഈ ഷെല്ലിനൊക്കെ ഞാൻ പേരിടാൻ പോവാ കേട്ടോ. 1ാമത്തെ ഷെല്ലിന് കെ എന്നിട്ടു. ഓക്കെ. 2ാമത്തെ ഷെല്ല് നോക്കാം. 2ാമത്തെ ഷെല്ലിന് ഞാൻ പേരിട്ട് എന്താ? എൽ. ക്ലിയർ അല്ലേ? 3ാമത്തെ ഷെല്ലിന് അപ്പം പേരിടുക കെ എൽ. അടുത്ത നോക്ക, എം. ഓക്കെ അല്ലേ? 1ാമത്തെ ഷെല്ലിന് കെ എന്നിട്ടു, 2ാമത്തെ ഷെല്ലിന് എൽ ഇട്ടു, 3ാമത്തേന് എന്താട്ടെ? എം, 4ാമത്തേനോ എൻ എന്നിട്ടു അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളുണ്ട്. ഷെല്ലിലാണ് ആരെ കാണപ്പെടുന്നത്? ഇലക്ട്രോൺ കാണപ്പെടുന്നത് അല്ലേ? ഓരോ ഷെല്ലിനും ഞാൻ പേരിട്ടില്ലേ? എന്താ? 1ാമത്തെ ഷെല്ലിന്റെ പേര് കെ, 2ാമത്തെ ഷെല്ലിന്റെ പേരെന്താ? എൽ അല്ലേ? 3ാമത്തെ ഷെല്ലിന്റെ പേരെന്താ? എം അല്ലേ? 4ാമത്തെ ഷെല്ലിന്റെ പേരെന്താ? എൻ അല്ലേ? എല്ലാരും ഉറക്കെ എന്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യാട്ടാ, മറക്കുമല്ലെങ്കിൽ കേട്ടോ. നോക്കുക, ഈ ക്ലാസ്സിലിരിക്കുന്ന സമയത്തില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല റിലാക്സ് ചെയ്തിട്ട് കേൾക്കുക. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാവരും നല്ലവരെ കേട്ടോണ്ടിരിക്കുക. ഒരൊറ്റ ക്ലാസ്സോട് കൂടി ഈ ടോപ്പിക് മുഴുവൻ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് എന്താണുള്ളൂ? നല്ല മാർക്ക് കിട്ടൂ. എല്ലാവരും ബോർഡിലേക്ക് നോക്കൂട്ടാ. അപ്പൊ ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുണ്ട്. ഷെല്ലിന് ഞാൻ നമ്പർ ഇട്ടു. 1, 2, 3, 4. റിപ്പീറ്റ് ചെയ്യാ. എന്താ പറഞ്ഞ? 1, 2, 3, 4 അല്ലേ? ഓരോ ഷെല്ലിന് ഞാൻ പേരിട്ടില്ലേ? എന്തൊക്കെയാ? കെ, എൽ, എം, എൻ. ഓക്കെ അല്ലേ? നോക്കാം. ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഈ ഷെല്ലൊക്കെ ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഓരോ ഷെല്ലും എത്രത്തോളം ഇലക്ട്രോൺ ഉണ്ടാവും ഇത് നമുക്ക് അറിയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ ഉണ്ടാകും. നോക്കുക, ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? നോക്കാം, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഓക്കെ, നോക്കാം. എല്ലാ ഷെല്ലിലും നോക്കാം. നമ്മൾ പഠിച്ചു 1ാമത്തെ ഷെല്ല് കെ ഷെൽ, 2ാമത്തെ ഷെല്ല് എൽ ഷെൽ, 3ാമത്തെ ഷെല്ല് എം ഷെൽ, 4ാമത്തെ ഷെല്ല് എൻ ഷെൽ. ഇതൊക്കെ ഇലക്ട്രോൺ ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടില്ലേ ഇലക്ട്രോണിനെ? അപ്പോൾ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വീതം ഉണ്ട് നോക്കാം നമുക്ക് കേട്ടോ. അത് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. നോക്കാം, അതിന്റെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താ അറിയോ? 2n². എല്ലാവരും റിപ്പീറ്റ് ചെയ്യാ. എന്താ പറഞ്ഞ ഉറക്കെ പറയൂ. എന്താ? 2n². ഈ 2n² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാലേ നമുക്ക് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ അത് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കട്ടോ, ശ്രദ്ധിക്കണില്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? റെഡി? ഓക്കെ. അപ്പൊ ഈ n എന്ന് പറഞ്ഞാൽ എന്താ? എത്രാമത്തെ ഷെല്ലാ? അപ്പൊ നോക്കിയേ, കെ 1ാമത്തെ ഷെല്ലല്ലേ? അപ്പൊ n എത്ര വരിക? 1 വരിക. നോക്കിയൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തോക്കാം. നോക്കൂട്ടോ എല്ലാവരും. നോക്കാം. ഞാനാ ചെയ്യാം, നിങ്ങളാ ചെയ്യാം ആദ്യം. നോക്കാം നമുക്ക്. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. റെഡി? നോക്കാട്ടോ. 2n² ഞാൻ ഇവിടെ കൊടുത്തു. n എത്രയാ ഇവിടെ വരിക? 1 അല്ലേ? ആണോ?
n എത്ര വരിക? ഒന്നല്ലേ? നോക്കിട്ടോ, നോക്കുക. 2 ഇൻറ്റു പറയേ, ഉറക്കെ പറയേ, 1 സ്ക്വയർ. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 1. ഓക്കെ അല്ലേ? അല്ലാതെ 1 ഇൻറ്റു 2 അല്ലട്ടാ. 2 ഇൻറ്റു 1 ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു 2. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. കിട്ടിയോ? രണ്ടാമത്തെ ആരാ? നോക്കുക, റെഡി? നോക്കുക, ആരാ ആദ്യം ചെയ്യാ? നോക്കുക, റെഡി? 1 2 3 സ്റ്റാർട്ട്സ്. ഓക്കെ, നോക്കുക, നോക്കട്ടോ. അപ്പൊ n എത്രയാ? ഉറക്കെ പറയടാ, ഉറക്കെ പറയേ. ഏതാ n ഈക്വൽ ടു എത്ര വരിക? പറഞ്ഞോ, എത്രയാ? എത്ര? 2. ദാറ്റ്സ് റൈറ്റ്. നോക്കാം, 2 ഇൻറ്റു ഇവിടെ എന്നിന്റെ അവിടെ എന്താ വരിക? 2 അല്ലേ? 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? Then ഗുണപട്ടിക പഠിച്ചിട്ടില്ലേ? 2 into 2 square that is equal to 4. Ready? 2 into 4 എത്രയാ? എത്ര? 2 into 4 എത്രയാ? പറയൂ, എത്ര? 2 into 4. 2 into 4 that's equal to 8. നോക്കുക, ഞാൻ പറഞ്ഞു എല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ. 8 ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച്? 2n സ്ക്വയർ. മറക്കരുത് കേട്ടോ, 2n സ്ക്വയർ. നോക്കാം, മൂന്നാമത്തേക്ക് പോയി. എം ഷെല്ല് കണ്ടു അല്ലേ? എം ഷെല്ല് നോക്കാം, n ഈക്വൽ ടു എത്രയാ? 3. മൂന്നാമത്തെ ഷെല്ലല്ലേ? ആണോ? നമുക്ക് കണ്ടുപിടിക്കാം. നോക്കാം, നോക്കാം, ഞാൻ എന്നിന്റെ അവിടെ എന്താ കൊടുത്തേ? 3 അല്ലേ കൊടുത്തേ? ഓക്കെ അല്ലേ? റെഡി? നോക്കാം, 2 ഇൻറ്റു 3 സ്ക്വയർ അല്ലേ? 3യുടെ സ്ക്വയർ എത്രയാ? 3യുടെ സ്ക്വയർ എത്രയാ? പറയൂ, എത്രയാ? 3യുടെ സ്ക്വയർ 2 ഇൻറ്റു 9 ദാറ്റ്സ് ഈക്വൽ ടു 18. നോക്കാം, മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോൺ കിട്ടിയില്ലേ? നോക്കാം, അപ്പൊ നാലാമത്തെ ആരാ ആദ്യം ചെയ്യാം? നോക്കുക, ചെയ്തോക്കുക. റെഡി? നോക്കാം, ഞാൻ ചെയ്യട്ടെ. റെഡി? n ഈക്വൽ ടു എത്രയാ? പറഞ്ഞോ, എത്ര? n ഈക്വൽ ടു 4. എല്ലാവർക്കും കിട്ടുന്നില്ലേ? പെട്ടെന്ന് കിട്ടില്ലേ? കെമിസ്ട്രി അത്ര സിമ്പിൾ ആയതുകൊണ്ടാണ് നമ്മൾ കെമിസ്ട്രി മലയാളത്തിൽ രസതന്ത്രം എന്ന് പേരിട്ട്. മനസ്സിലായില്ലേ? അത്ര രസാ പഠിക്കാൻ. നോക്കിക്കോട്ടാ, 2 ഇൻറ്റു 4 സ്ക്വയർ. ഓക്കെ അല്ലേ? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4ന്റെ സ്ക്വയർ എത്രയാ? 4 ഇൻറ്റു 4 16 അല്ലേ? 16 ഇൻറ്റു 2 32. എല്ലാവരും ഇത് നോക്കുക, എല്ലാവരും ഇത് എഴുതിയെടുക്കുന്നില്ലേ? എഴുതിയെടുത്തില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? കിട്ടിയോ? കിട്ടാത്തവരുണ്ടോ? ആരെങ്കിലും കിട്ടാത്തവരുണ്ടോ? ഞാൻ ഒന്നുകൂടി പറയട്ടോ, നോക്കിക്കോളട്ടെ എല്ലാവരും. നോക്കാം, ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ആരുണ്ട്? ന്യൂക്ലിയസിന് ചുറ്റും ആരുണ്ട്? ഷെല്ലുണ്ട് അല്ലേ? ഷെല്ലിലുണ്ട് ആരുണ്ട്? ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അല്ലേ? നോക്കുക, ഷെല്ലിന് ഞാൻ നമ്പർ ഇട്ടുണ്ടായിരുന്നു അല്ലേ? 1 2 3 4 പേരിട്ടു, KLMN. ഓരോന്നിനും ഇലക്ട്രോൺ ഉണ്ടായിരുന്നു അല്ലേ? ഒന്നാമത്തിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തിൽ 8 ഇലക്ട്രോൺ ഒക്കെ നമുക്ക് കിട്ടി. എങ്ങനെ കിട്ടി? നമ്മൾ ഏതാ ഇക്വേഷൻ ഉപയോഗിച്ചേ? ഏതാ ഉപയോഗിച്ച ഇക്വേഷൻ? 2n സ്ക്വയർ അല്ലേ? 2n സ്ക്വയർ ഉപയോഗിച്ചു. അപ്പൊ കേല് നോക്കിയ ഒന്നാമത്തെ ഷെല്ല. അപ്പൊ n എത്ര വരിക? 1 അല്ലേ വരിക? അപ്പൊ എന്താ കിട്ടിയേ? 2 ഇൻറ്റു 1 സ്ക്വയർ. അപ്പൊ 2 എന്ന് കിട്ടി അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഓരോ ഒന്നിൽ നോക്കിയ ഒന്നാമത്തെ ഷെല്ലാച്ചാൽ 1, രണ്ടാമത്തെ ഷെല്ലാച്ചാൽ 2, മൂന്നാമത്തെ ഷെല്ലാച്ചാൽ 3, നാലാമത്തെ ഷെല്ലാച്ചാൽ 4. അങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ ഷെല്ലില് എന്ത് കിട്ടി? കെ ഷെല്ലില് 2 ഇലക്ട്രോൺ, എല്ലില് 8 ഇലക്ട്രോൺ, എമ്മില് 18 ഇലക്ട്രോൺ, എന്നില് 32 ഇലക്ട്രോൺ. എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാം പഠിച്ചില്ലേ? ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? നോക്കാം, ആദ്യത്തെ ചോദ്യം നോക്കാം. ആറ്റത്തില് സെൻട്രലിൽ കാണപ്പെടുന്ന ഭാഗം ഏതാ? ഏതായിരിക്കും? ആറ്റത്തിൽ സെൻട്രലിൽ കാണപ്പെടുന്ന ഭാഗം ഏതാ? ഏതാ? പറഞ്ഞോ, നമ്മൾ പഠിപ്പിച്ചതല്ലോ ഇപ്പോ. ആറ്റത്തിൽ സെൻട്രലിൽ കാണപ്പെടുന്ന ഭാഗം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാ? ഏതൊക്കെയാ? പറഞ്ഞോ, ഏതൊക്കെയാ? പറഞ്ഞോ. പ്രോട്ടോണും ന്യൂട്രോണും. ഓക്കെ, ഇവയെ പൊതുവെ വിളിക്കുന്ന പേരെന്താ? പൊതുവെ എന്താ വിളിക്കുക? പറഞ്ഞോ, ശ്രദ്ധിക്കാൻ പാലേ, ശ്രദ്ധിക്കേ, ക്ലാസ് ശ്രദ്ധിക്കട്ടാ. എന്താ ഞാൻ പറഞ്ഞേ? എന്താ വിളിച്ചു അതിനെ? രണ്ടിനും കോമൺ ആയി വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ് അഥവാ ന്യൂക്ലിയോണുകൾ. ഓക്കെ അല്ലേ? ആ ന്യൂക്ലിയസിന് ചുറ്റും ആരുണ്ട്? ആരാണ്? ഷെല്ലുകൾ ഉണ്ട് അല്ലേ? ഓക്കെ, ഷെല്ല് നമ്പർ 2 1 2 3 4 കറക്റ്റ് ആണ്. ശരി, അതിന്റെ പേരെന്താട്ടെ? KLMN. അതന്നെ, വെരി ഗുഡ്, സൂപ്പർ. ഇങ്ങനെ തന്നെ പിള്ളേർ സൂപ്പർ ആട്ടാ, സെറ്റ്. നോക്കാം, ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നു. എന്താ? ന്യൂക്ലിയസിന്റെ ചാർജ് ഉണ്ട് അല്ലേ? പ്രോട്ടോണിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. ന്യൂട്രോണിന്റെ ചാർജ് ഉണ്ടോ? ഇല്ല. കറക്റ്റ്, സെറ്റ്. നോക്കാം, അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? അതന്നെ, എന്താ? പോസിറ്റീവ്. കറക്റ്റ്. ഓക്കെ, അപ്പൊ ആറ്റത്തിന്റെ ചാർജ് എന്താ? ആറ്റത്തിന്റെ ചാർജ് പറഞ്ഞോ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. കറക്റ്റ് ആണ്. ആറ്റത്തിന് ചാർജ് ഇല്ല. ദാറ്റ് ഈസ് ആറ്റം ചാർജ് ലെസ് ആണ്, നിർവീര്യമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് പറയാം. നമ്മൾ പറഞ്ഞു എന്താ? അടുത്ത ചോദ്യം ചോദിക്കട്ടെ. എന്താണ് ഷെല്ലുകളിൽ കാണപ്പെടുന്ന ഇലക്ട്രോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ?
എങ്ങനെ ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യുക, എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ? ഇക്വേഷൻ എന്താ? 2n². ദാറ്റ്സ് റൈറ്റ്. കെയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. റെഡി. എല്ലിൽ എത്ര? 8. ഓക്കെ. എമ്മില് 18. കറക്റ്റ്. ഓക്കെ. എന്നില് 32. വെരി ഗുഡ്, സൂപ്പർ. അപ്പോ ഈ ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവരും നന്നായി നല്ല കുട്ടികളാട്ടോ. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുന്ന കുട്ടികളാണ്. വെരി ഗുഡ്, സൂപ്പർ. അപ്പോ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, റെഡി? അടുത്ത ക്ലാസ്സിലേക്ക് ആവട്ടെ നമുക്ക് അടുത്ത ടോപ്പിക്. ഇതുവരെയുള്ള പഠിപ്പിച്ച എല്ലാവരും നല്ലപോലെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, ദെൻ സീ യു.